ഈ അധ്യാപകർ നേരിടുന്ന പ്രതിസന്ധി അവരുടെ നിയമനവുമായി ബന്ധപ്പെട്ട അവരുടെ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ അധ്യാപക സമൂഹത്തോടുള്ള ഒരു പൂർണ്ണമായ അവഗണന ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് നമുക്ക് ഈ സമ്മേളനത്തിൽ സംസാരിക്കാൻ കഴിയില്ല. ഒരു സംസ്ഥാനത്തെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തെ വാർത്തെടുക്കുന്നതിൽ അധ്യാപകർക്കുള്ള പങ്ക് എത്രയാണ് എന്ന് എല്ലാ ഭരണകൂടങ്ങളും മനസ്സിലാക്കണം. അതാദ്യമായി തിരിച്ചറിഞ്ഞൊരു പ്രധാനമന്ത്രി നമുക്കുണ്ടായിരുന്നു, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹം ഒരു കോത്താരി കമ്മീഷനെ, അദ്ദേഹം നിയമിച്ച കോത്താരി കമ്മീഷൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ കോത്താരി കമ്മീഷൻ പറഞ്ഞത് ഭാരതത്തിൻ്റെ ഭാവി അവരുടെ വിദ്യാലയങ്ങളിലാണ് കിടക്കുന്നത് എന്നാണ് പറഞ്ഞത്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല ആണ് നമ്മുടെ നാടിൻ്റെ വികസനത്തിൻ്റെ, നാടിൻ്റെ പുരോഗതിയുടെ, നമ്മുടെ പൗരന്മാരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനുള്ള ഒക്കെയുള്ളതിൻ്റെയും ഏറ്റവും വലിയ അടിസ്ഥാനം. ആ പൊതുവിദ്യാഭ്യാസ രംഗം സമാധാനപരവും സന്തോഷകരവും പുതിയ പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നതുമാക്കി മാറ്റിയാൽ മാത്രമേ വിദ്യാഭ്യാസ രംഗത്തും നാടിൻ്റെ പുരോഗതിയിലും നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി തീർക്കാൻ കഴിയുകയുള്ളൂ. നമ്മുടെ കുട്ടികളെ വാർത്തെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവർ കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. നമുക്കറിയാം, ഗുരുശിഷ്യ ബന്ധം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്ന ഒന്നാണ്. ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ എല്ലാം വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ സമീപനങ്ങളിൽ എല്ലാം അധ്യാപകർ നടത്തിയ ഇൻഫ്ലുവൻസ്, സ്വാധീനം എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമാണ്. നമ്മൾ എത്ര വർഷം, എത്ര വയസ്സ് പ്രായമായാലും 1-ാം ക്ലാസ് മുതൽ നമ്മളെ പഠിപ്പിച്ച നമ്മുടെ മുഴുവൻ അധ്യാപകരെയും നമുക്ക് ഓർമ്മയുണ്ടാകും. എന്നോട് ഏത് പ്രൊഫഷനാണ് ഏറ്റവും മഹത്തരമായ പ്രൊഫഷൻ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരു സംശയവും കൂടാതെ പറയും, അധ്യാപകരുടെ പ്രൊഫഷനാണ് ഏറ്റവും മഹിതമായ ഒരു പ്രൊഫഷൻ. കാരണം അത് ചെയ്യുന്നതൊരു ദൈവികമായ നിയോഗമാണ്. അത് ചെയ്യുന്നത് ഒരുപാട് ആളുകളുടെ മനസ്സുകളിലേക്ക്, അന്ധകാരം നിറഞ്ഞ മനസ്സുകളിലേക്ക് വെളിച്ചമെത്തിക്കുന്നത് പോലെയാണ്. അജ്ഞത നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് ആ ജ്ഞാനം എത്തിച്ചു കൊടുക്കുന്നത്. അതൊരു ഡിവൈൻ അസൈൻമെൻറ്റാണ്, ഒരു സംശയവും ആ കാര്യത്തില്ല. ആ അന്ധകാരത്തിൽ വെളിച്ചം വരുത്തുന്നത് പോലെ തന്നെയാണ് അജ്ഞാനത്തിൻ്റെ അന്ധകാരത്തിൽ ജ്ഞാനത്തിൻ്റെ വെളിച്ചം എത്തിച്ചു കൊടുക്കുന്നത്. ആ ധർമ്മം നിർവഹിക്കുന്ന അധ്യാപകർ സംതൃപ്തരാണോ എന്ന് നമ്മൾ പരിശോധിക്കണ്ടേ? അവർക്ക് അവരുടെ ഒരുപാട് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയാണ് ഈ കാലഘട്ടത്തിൽ. നമുക്കറിയാം, അവരുടെ DA കുടിശ്ശിക നിലനിൽക്കുകയാണ്. മെഡിസപ്പുമായി ബന്ധപ്പെട്ട ഒരുപാട് ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നു. ഏറ്റവും സങ്കടകരമായ കാര്യം, ഏകദേശം 25,000-ഓളം പേരുടെ അധ്യാപക നിയമനം തടസ്സപ്പെട്ടു നിൽക്കുകയാണ്. നിസാരമായ കാരണങ്ങളാണ്. ഗവൺമെൻറ്റിനോട് ചോദിച്ചാൽ എന്താണ് എന്നിത് മനസ്സിലാക്കാതെ, പഠിക്കാതെയുള്ള പ്രതികരണങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ബഹുമാന്യനായ പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇത് സങ്കടകരമാണ്. അധ്യാപകരുടെ വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം. അധ്യാപക നിയമനത്തിന് NSS സുപ്രീം കോടതിയിൽ പോയി അവരൊരു ഉത്തരവ് വാങ്ങിച്ചു. അവർ കഷ്ടപ്പെട്ടാണ് അത് വാങ്ങിച്ചത്. എന്താണ് വാങ്ങിച്ചത് ഉത്തരവ്? ഭിന്നശേഷിക്കാരുണ്ടെങ്കിൽ അവർക്ക് ആളില്ലെങ്കിൽ അവരുടെ വേക്കൻസി മാറ്റിവെച്ച് ബാക്കിയുള്ള ഇതിൽ ആ വേക്കൻസി ഫില്ല് ചെയ്യണം, അതിന് അപ്രൂവൽ കൊടുക്കണമെന്നാണ്. പിന്നെ എന്താണ് പ്രശ്നം? NSSന് വിധിയുണ്ടായപ്പോൾ ഞാൻ ഈ വിഷയം നിയമസഭയിൽ വ്യക്തിപരമായി ഞാൻ തന്നെ ഉന്നയിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട്, ഏതെങ്കിലും ഒരു ജനറൽ ആയിട്ടുള്ള കേസിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു വിധി ഉണ്ടായാൽ ആ വിധി അതേ ഗ്രീവൻസ് ഉള്ള ആളുകൾക്ക് കൂടി ബാധകമാണ്. എന്തിനാണ് സുപ്രീം കോടതി അങ്ങനെ പറഞ്ഞത്? ഒരേപോലത്തെ സമാനമായ കേസുകളിൽ ആർക്കെങ്കിലും ഒരു അനുകൂലമായ വിധി ഉണ്ടായാൽ ബാക്കിയുള്ളവർ പണവും മുടക്കി കഷ്ടപ്പെട്ട് കോടതിയിൽ എത്താതിരിക്കാൻ, വ്യവഹാരങ്ങളുടെ ആധിക്യമില്ലാതിരിക്കാൻ വേണ്ടി കൂടിയാണ്. ഒരു ഒറ്റ ഗ്രീവൻസിൽ ഒരു ഉത്തരവ് സുപ്രീം കോടതിയുടെ വിധി വന്നാൽ സമാനമായ ഗ്രീവൻസ് ഉയർത്തുന്ന മുഴുവൻ ആളുകൾക്കും ആ വിധി ബാധകമാണ് എന്നുള്ള സുപ്രീം കോടതി വിധി നിലനിൽക്കെ ഇവർ അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഉപദേശം മേടിച്ചു, നിയമപണ്ഡിതരുടെ ഉപദേശം മേടിച്ചു എന്ന് പറഞ്ഞ് കോടതിയിലേക്ക് പോയി മനഃപൂർവ്വമായി ഇത് വൈകിക്കുകയാണ്. NSSന് കിട്ടിയ ഉത്തരവ് മാത്രം മതി. ഒരു പൊതു ഉത്തരവിറക്കി ഭിന്നശേഷിക്കാരുടെ അപ്പോയിൻമെൻറ്റ് ഉണ്ടെങ്കിൽ അത് നടത്തുക, ഇല്ലെങ്കിൽ അവരുടെ വേക്കൻസി മാറ്റിവെച്ച് ബാക്കിയുള്ള അപ്പോയിൻമെൻറ്റ്സ് നടത്തുക, അപ്രൂവൽ കൊടുക്കുക. ഇത്ര മാത്രമേ പ്രശ്നമുള്ളൂ. ഇത് കൂട്ടിക്കുലയ്ക്കേണ്ട ഒരു വിഷയമില്ല. വളരെ കൃത്യമാണ് സുപ്രീം കോടതി വിധി. സുപ്രീം കോടതി വിധിയെ ദുർവ്യാഖ്യാനം ചെയ്ത് കേരളത്തിൽ അധ്യാപകരുടെ നിയമനം നടത്താതിരിക്കാനുള്ള ശ്രമമാണ് ഗവൺമെൻറ് നടത്തുന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് വരുന്നു, തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്.
ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ ഒരു നിയമ തടസ്സവും ഇല്ലാതെ തന്നെ ഈ അപ്പോയിൻമെൻറ്റുകൾ നടത്തുമെന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരികയാണ്. ഉറപ്പായി നടത്തും. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. അത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഗവൺമെൻറ് കോടതിയിൽ പോയിരിക്കുന്നത് ഡി എ അവകാശമല്ല എന്നാണ് പറയുന്നത്. ഡിയർനെസ് അലവൻസ് ആണ്. എന്തിനാണ്? സർക്കാർ ജോലിക്കാരും അധ്യാപകരുമായിട്ടുള്ള ആളുകൾ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ അവർ ബുദ്ധിമുട്ടും പ്രയാസപ്പെടും. അവർക്ക് നിശ്ചിത വരുമാനമുള്ളൂ. അപ്പോൾ അവർക്ക് അവരുടെ ജീവിത നിലവാരത്തിൽ താഴ്ച വരാതെ ആ ജീവിത നിലവാരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവകാശമാണ് ഡി എ. അതൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് കേരളം ഭരിക്കുമ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് എന്ന് അവകാശപ്പെടുന്ന ആളുകൾ, ഇതെല്ലാം തൊഴിലാളികളും ജീവനക്കാരും എല്ലാം സമരം ചെയ്ത് നേടിയെടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു കോടതിയിൽ പോയിട്ട് ഇത് അവകാശമല്ല എന്ന് പറഞ്ഞാൽ നാളെ 8 മണിക്കൂർ ജോലി അവകാശമല്ല എന്ന് പറയുമല്ലോ. 12 മണിക്കൂർ ജോലി ചെയ്യണം എന്നുള്ള ഒരു തീവ്ര വലതുപക്ഷ ഭാഗത്തേക്ക് ഇവർ പോകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അപ്പോൾ അതുകൊണ്ട് അധ്യാപകരെ ദ്രോഹിക്കുന്ന ഈ പരിപാടി ഇത് അവസാനിപ്പിക്കണം എന്നാണ് ഞങ്ങൾക്ക് കൃത്യമായിട്ട് പറയാനുള്ളത്. അതുപോലെ ഇപ്പോൾ UPSA ആയിട്ട് ഒരാൾക്ക് കിട്ടി, കുറേ കഴിയുമ്പോൾ അയാൾക്ക് പ്രൊമോട്ടഡായി, അയാൾക്ക് HSA ആയി കിട്ടി. അത് കിട്ടിക്കഴിയുമ്പോൾ അയാൾ കേട്ടറ്റ് 2 പാസ്സായിട്ടുണ്ടോ, UPSA ആയിട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്നൊക്കെ അന്വേഷിച്ച് പോകുന്നത്, ഇതൊക്കെ മനഃപൂർവ്വമായിട്ട് അർഹതപ്പെട്ട ആളുകൾക്ക് അനുമതി നിഷേധിക്കുന്നതിന് വേണ്ടി മാത്രം നടത്തുന്ന ശ്രമങ്ങളാണ്. തെറ്റായ രീതിയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ, പ്രത്യേകിച്ച് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഇത്തരം ഒരു സമീപനം എടുക്കുന്നതിനോട് നമുക്ക് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല. എയ്ഡഡ് വിദ്യാഭ്യാസ മേഖല എന്ന് പറഞ്ഞാൽ ശത്രുതയോടുകൂടി കാണേണ്ട ആവശ്യമുണ്ടോ? കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സർക്കാർ മേഖലയെ പോലെ തന്നെ അതിനേക്കാൾ വലിയ പങ്ക് എയ്ഡഡ് മേഖല വഹിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡിൻ്റെ സമ്മേളനമാണ്. നമുക്ക് ഈ രംഗത്ത് മിഷണറിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്തു തന്ന സംഭാവനകൾ എന്താണ്? ചവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ ചെയ്ത സംഭാവന എന്താണ്? എല്ലാ പള്ളിയോടൊപ്പവും പള്ളിക്കൂടവും വേണമെന്നുള്ള ഒരു വാക്ക് മുന്നോട്ട് വെച്ചു. ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക്, സാധാരണക്കാർക്ക് ഈ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ അവരെ കൂടി കൈപിടിച്ചു കൊണ്ടുവന്ന് അവർക്ക് കൂടി വിദ്യാഭ്യാസം കൊടുക്കാനുള്ള അവകാശം കൊണ്ടുവന്നു. വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം, പൊതുവിദ്യാലയങ്ങളുടെ പ്രാധാന്യം എത്ര ശ്രദ്ധയോടുകൂടി കെട്ടിപ്പൊക്കിയത് കൊണ്ടാണ്. അതുകൊണ്ടല്ലേ കേരളത്തിൽ ഇത്രയും ക്രൈസ്തവ സ്കൂളുകൾ ഉയർന്നു വന്നത്. ഒരു കാലത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇല്ലാത്ത പ്രദേശങ്ങളിൽ ക്രൈസ്തവ വിദ്യാലയങ്ങളാണ് ആ വിദ്യയുടെ, അറിവിൻ്റെ വെളിച്ചം പകർന്നു കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അറിയണം. കേരളം ഇന്ന് ചില കാര്യങ്ങളിലൊക്കെ മാറ്റമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ വലിയൊരു പങ്ക് ആ മിഷണറിമാർക്കും ചവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനെ പോലുള്ള വിശുദ്ധരായ മനുഷ്യർക്കും ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. എയ്ഡഡ് മേഖലയിൽ പഠിക്കുന്നതും സാധാരണക്കാരുടെ മക്കൾ തന്നെയാണ്. നിങ്ങൾ സർക്കാർ വിദ്യാലയങ്ങളിൽ പഠിക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഏറ്റവും സങ്കടങ്ങളുള്ള, ഏറ്റവും പ്രയാസങ്ങളുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്ന പാവപ്പെട്ടവരുടെ മക്കളാണ് കേരളത്തിലെ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്നത്. അപ്പോൾ 2 ചേരിയായി സർക്കാർ വിദ്യാലയങ്ങളെയും എയ്ഡഡ് വിദ്യാലയങ്ങളെയും 2ആയി കാണുന്ന ഒരു സമീപനത്തോട് ഒരു യോജിപ്പും ഞങ്ങൾക്കില്ല എന്ന് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ MLA ഫണ്ട് തന്നെ കൊടുക്കുന്നതിൽ ഒരുപാട് നിയന്ത്രണങ്ങൾ വരുത്തി. നേരത്തെ ശ്രീ ഉമ്മൻചാണ്ടി സർക്കാരെല്ലാം ഇരിക്കുന്ന കാലത്ത് സർക്കാർ വിദ്യാലയങ്ങൾക്ക് കൊടുക്കുന്നത് പോലെ തന്നെ എയ്ഡഡ് വിദ്യാലയങ്ങൾക്കും കൊടുക്കാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ അത് പറ്റുന്നില്ല. അതിലെല്ലാം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകണം. എന്തായാലും പൊതുവിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്തുന്നതിനും രക്ഷപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടുള്ള സമഗ്രമായ പദ്ധതികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ കോഴ്സുകളെ, നമ്മുടെ കരിക്കുലത്തിനെ റീസ്ട്രക്ചർ ചെയ്തുകൊണ്ട് ഇന്ന് അറിവിൻ്റെ വിസ്ഫോടനം നടക്കുന്ന ഈ കാലഘട്ടത്തിൽ, വിജ്ഞാന വിസ്ഫോടനം നടക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ കരിക്കുലത്തിനെ അതിനെ റീസ്ട്രക്ചർ ചെയ്ത് പുതിയ കാലത്തിന് അനുയോജ്യമായ രീതിയിൽ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും. സമഗ്രമായ പദ്ധതികളുമായിട്ടാണ് വിദ്യാഭ്യാസ രംഗത്തെ ഞങ്ങൾ സമീപിക്കുന്നത് എന്നുകൂടി അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അധ്യാപകരുടെ ന്യായമായ എല്ലാ അവകാശങ്ങൾക്കും, അവരുയർത്തുന്ന എല്ലാ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരമുണ്ടാക്കും എന്ന വാക്ക് നിങ്ങൾക്ക് നൽകിക്കൊണ്ട് ഈ സമ്മേളനത്തിന് എന്നെ ക്ഷണിച്ചതിലുള്ള പ്രത്യേക നന്ദി കൂടി ഞാൻ പ്രകാശിപ്പിച്ചുകൊണ്ട് കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡിൻ്റെ സംസ്ഥാന സമ്മേളനം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.